അരികത്തും അകലത്തുമായി അനേകം പുസ്തകങ്ങളുണ്ട്. ഓരോ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോഴും നാം അറിയാതെ തന്നെ ആ പുസ്തകം നമ്മെ വളർത്തുന്നുണ്ട്, ഭാവനയെ ഉദ്ദീപിപ്പിക്കുന്നുണ്ട്, കൂടുതൽ സ്വപ്നങ്ങൾ കാണാനും മുന്നോട്ട് നടക്കാനുമുള്ള ഊർജം നൽകുന്നുണ്ട്. ഈ ഗണത്തിൽപ്പെട്ട ചില ഗ്രന്ഥങ്ങളിതാ. ആദ്യം നമുക്ക് പഞ്ചതന്ത്രം കഥകൾ. പഞ്ചതന്ത്രം കഥകൾ എന്ന് കേൾക്കാത്തവർ ഉണ്ടാകില്ല. ഭാരതം ലോക സാഹിത്യത്തിന് സമ്മാനിച്ച ഉജ്ജ്വലമായ ഒരു കൃതിയാണിത്. നിരവധി കഥകളുടെ ഉള്ളറകളിലേക്ക് വായനക്കാരെ നയിക്കുന്ന ഗുണപാഠകഥകളാണ് ഇതിൻ്റെ ഉള്ളടക്കം. വിഷ്ണു ശർമ്മൻ ഒരു രാജാവിൻ്റെ മക്കൾക്ക് പറഞ്ഞുകൊടുത്ത ഈ കഥകൾ BC 1-ാം നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. BC 6-ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന ഒരു അടിമയുണ്ടായിരുന്നു. ഈസോപ്പ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഈസോപ്പ് പറഞ്ഞ കഥകളാണ് ഈസോപ്പ് കഥകൾ എന്ന പേരിൽ പിൽക്കാലത്ത് ലോകമെമ്പാടും പ്രശസ്തമായത്. മനുഷ്യരും മൃഗങ്ങളും ഈ കഥകളിലെ കഥാപാത്രങ്ങളാണ്. ഓരോ കഥയും വായനക്കാർക്ക് ഉൾക്കാഴ്ച നൽകുന്നു എന്നതാണ് ഈ കഥകളുടെ സവിശേഷത. ഈസോപ്പ് കഥകളിലെ കഥാപാത്രങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വഴികാട്ടികളാണ്. ഇനിയൊന്ന് ജാതക കഥകളാണ്. വാമൊഴിയായി പ്രചരിപ്പിക്കപ്പെട്ട ഈ കഥകൾ ശ്രീബുദ്ധൻ പറഞ്ഞ കഥകൾ എന്നാണ് അറിയപ്പെടുന്നത്. അനേക ജന്മങ്ങളിലൂടെ ബുദ്ധൻ കടന്നു എന്നാണ് ബുദ്ധമത വിശ്വാസം. ജന്മങ്ങളിലൂടെയുള്ള യാത്രകളെ കഥകളിലായി ബുദ്ധൻ അവതരിപ്പിച്ചിരുന്നു അത്രേ. ജാതക കഥകൾ 550 എണ്ണമുണ്ട്. ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ് ത്രിപിടകങ്ങൾ. അതിൽ ഒന്നാണ് സുത്തപിടകം. ഈ സുത്തപിടകത്തിലാണ് ബുദ്ധൻ്റെ പൂർവജന്മകഥകളുടെ ആവിഷ്കാരമായ ജാതക കഥകൾ ഉള്ളത്. ആംഗലേയ സാഹിത്യകാരനായ ലൂയി കാരൽ രചിച്ച ആലിസ് ഇൻ വണ്ടർലാൻഡ് ആണ് മറ്റൊരു കൃതി. ഒരു അത്ഭുത ലോകത്തിലൂടെ ആലിസ് എന്ന പെൺകുട്ടി നടത്തുന്ന യാത്രയാണ് ഈ കൃതിയുടെ ഉള്ളടക്കം. ഒരു വെള്ളമുയലിനെ പിന്തുടർന്നു പോകുന്ന ആലീസ് ഒരു അത്ഭുത ലോകത്ത് എത്തിച്ചേരുന്നു. അവിടെ കാണുന്ന കാഴ്ചകൾ, വിശേഷങ്ങളൊക്കെ വായനക്കാരും ആലീസിനൊപ്പം അനുഭവിക്കുന്നു. ആലീസിൻ്റെ അത്ഭുത ലോകം എന്നും വായനക്കാരെ ആകർഷിക്കുന്ന കൃതിയാണ്. 1865 ഈ കൃതി രചിക്കപ്പെട്ടത്. ഒലിവർ ട്വിസ്റ്റ്. അവനൊരു അനാഥ ബാലനാണ്. അവിടെ അവന് അനേകം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഒടുവിൽ അവൻ അനാഥാലയത്തിൽ നിന്നും ഒളിച്ചോടുന്നു. അന്നവന് പ്രായം 9 വയസ്സ്. അവൻ്റെ ജീവിതയാത്രയിൽ അവന് നേരിടേണ്ടി വരുന്ന അനവധി അപകടങ്ങളുണ്ട്. എന്നിട്ടും അവയെല്ലാം മറികടന്ന് ഒലിവർ തൻ്റെ മാതാപിതാക്കളെ കണ്ടെത്തുന്നതും അനാഥത്വത്തിന് അറുതി വരുന്നതുമായ കഥയാണ് ഒലിവർ ട്വിസ്റ്റ് എന്ന കൃതി. 1837 പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ചാൾസ് ഡിക്കൻസ് എന്ന വിഖ്യാത നോവലിസ്റ്റാണ്. മനോഹരമായ ഈ കൃതി എക്കാലത്തെയും മികച്ച ബാലസാഹിത്യ കൃതികളിൽ ഒന്നാണ്. അമേരിക്കൻ എഴുത്തുകാരനാണ് ഹെർമൻ മെർവിൽ. 1851 അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. മൊബിഡിക് എന്നാണ് അതിന് പേര്. മൊബിഡിക് എന്നത് ഒരു വെള്ളത്തിമിംഗലത്തിൻ്റെ പേരാണ്. ഈ കൃതിയിലെ നായകൻ അഹാബ് എന്നു പേരുള്ള ഒരു കപ്പിത്താനാണ്. അദ്ദേഹത്തിൻ്റെ കാൽ മൊബിഡിക് എന്ന തിമിംഗലം കടിച്ചെടുക്കുന്നു. ആ തിമിംഗലത്തെ വകവരുത്തുന്നതിനുള്ള ശ്രമവുമായി അഹാബ് ഇറങ്ങിത്തിരിക്കുന്നു. എന്നാൽ ആ ശ്രമത്തിൽ അയാൾക്ക് സ്വജീവനും നഷ്ടമാകുന്നു. നിരവധി വായനക്കാർ നെഞ്ചേറ്റിയ പുസ്തകമാണ് മൊബിഡിക്ക്. ലെല്ലിപുട്ട് എന്നൊരു സാങ്കല്പിക സ്ഥലമുണ്ട്. കള്ളന്മാരുടെ ദ്വീപാണിത്. ബ്രോബ്ഡിനാഗ് രാക്ഷസരുടെ ദ്വീപാണ്. ലാപുട്ട ഒരു പറക്കും ദ്വീപാണ്. ഇങ്ങനെ നിരവധി വൈചിത്ര്യങ്ങളുള്ള ഇടങ്ങളിലൂടെ ഗളിവർ എന്ന കഥാപാത്രം നടത്തുന്ന യാത്രകളും അനുഭവങ്ങളും നിറഞ്ഞ കൃതിയാണ് ഗളിവേഴ്സ് ട്രാവൽസ്. 1726 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൻ്റെ രചന നടത്തിയിരിക്കുന്നത്
ജൊനാഥൻ സ്വിഫ്റ്റ് എന്ന ഇംഗ്ലീഷ് സാഹിത്യകാരനാണ്. ഈ പുസ്തകത്തിൻ്റെ പൂർണ്ണമായ പേരെന്തെന്നോ? ട്രാവൽസ് ഇൻ ടു സെവറൽ റിമോട്ട് നേഷൻസ് ഓഫ് ദ വേൾഡ്. റിപ്പു വാൻ വിങ്കിൾ എന്നൊരാളുണ്ട്. ന്യൂയോർക്കിലെ കാസ്കിൻ മലകളിൽ താമസിക്കുന്ന കഥാപാത്രം. ഭാര്യയെ പൈന്നാണ് റിപ്പു വാൻ വിങ്കിൾ മലമുകളിലെത്തിയത്. അവിടെ ഒരു കൂട്ടം മദ്യപാനികൾക്കിടയിൽപ്പെട്ട് അദ്ദേഹവും മദ്യപിക്കാൻ തുടങ്ങി. അങ്ങനെ മദ്യപിച്ച് ഒരു ദിവസം കിടന്നുറങ്ങി. പിന്നെ ഉണർന്നത് 20 വർഷങ്ങൾക്ക് ശേഷം. കൗതുകം നിറഞ്ഞ ഈ കഥ എഴുതിയത് വാഷിംഗ്ടൺ ഇർവിൻ എന്ന സാഹിത്യകാരനാണ്. 1819 ഈ കഥ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ദി ഹാപ്പി പ്രിൻസ്. ഓസ്കാർ വൈൽഡ് എഴുതിയ കഥയാണിത്. ഒരു ദേശാടന പക്ഷി നഗരത്തിലുള്ള രാജകുമാരന്റെ പ്രതിമയുടെ തോളിൽ വിശ്രമിക്കാനിരിക്കുന്നു. ഉടനെ പ്രതിമ സംസാരിക്കാൻ തുടങ്ങുന്നു. ആ പ്രതിമയുടെ സങ്കടം മനസ്സിലാക്കിയ പക്ഷി കൊടും ശൈത്യത്തിലും രാജകുമാരന് വേണ്ടി പല സേവനങ്ങളും അനുഷ്ഠിക്കുന്നു. ഒടുവിൽ ആ പ്രതിമയുടെ കാൽക്കൽ മരിച്ചു വീഴുന്നു. ഇതു കണ്ട രാജകുമാരന്റെ ഹൃദയവും തകരുന്നു. 1888 പ്രസിദ്ധീകരിക്കപ്പെട്ട മനോഹരമായ കഥയാണ് ദ ഹാപ്പി പ്രിൻസ്. മിസിസിപ്പി നദിയുടെ കരയിൽ സെന്റ് പീറ്റേഴ്സ് എന്നൊരു കാൽപ്പനിക സ്ഥലമുണ്ട്. അവിടെ ടോം സോയർ എന്ന 12 വയസ്സുകാരനും കൂട്ടുകാരനും നടത്തുന്ന സാഹസങ്ങളുടെ കഥയാണ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ. മാർക്ക് ട്വെയിൻ രചിച്ച ഈ കൃതി പുറത്തിറങ്ങിയത് 1876 ടോമിൻ്റെ ഉറ്റ സുഹൃത്തായ ഹക്കിൾബറി ഫിൻ കഥാപാത്രമായി. മാർക്ക് ട്വെയിൻ രചിച്ച മറ്റൊരു നോവലാണ് ഹക്കിൾബറി ഫിൻ. J.M. ബാരി എന്ന കഥാകാരൻ എഴുതിയ പീറ്റർ പാൻ 1904 പുറത്തിറങ്ങിയത്. പീറ്റർ പാൻ എന്നും കുട്ടിയായിരിക്കുന്ന മനുഷ്യനാണ്. ലോകത്തെങ്ങുമുള്ള കുട്ടികളെല്ലാം പീറ്ററിൻ്റെ കൂട്ടുകാരാണ്. നെവർലാൻഡ്സ് എന്ന കൊച്ചു ദ്വീപിൽ താമസിക്കുന്ന പീറ്ററിൻ്റെ ശത്രുവായ ഹുക്ക് എന്ന കടൽ കൊള്ളക്കാരനെതിരെ പീറ്ററും കൂട്ടുകാരും നടത്തുന്ന പോരാട്ടത്തിൻ്റെ കഥയാണ് പീറ്റർ പാൻ, ദ ബോയ് ഹൂ വുഡിൻറ്റ് ഗ്രോ അപ്പ്. നല്ലവനായ ഒരു കള്ളൻ്റെ കഥയുണ്ട്. അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻ ഹുഡ്. റോജർ ലാൻസ്ലിൻ ഗ്രീൻ എന്നയാളാണ് ഈ കഥ എഴുതിയത്. ലോകപ്രശസ്തമായ ഈ കഥയുടെ പശ്ചാത്തലം ഷേവുഡ് എന്ന കാടാണ്. 1956 അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻ ഹുഡ് പ്രസിദ്ധീകൃതമായത്. മൗഗ്ലി എന്ന കഥാപാത്രത്തെ ഏവർക്കും പരിചയമുണ്ടാകും. ചെന്നായ്ക്കൾ വളർത്തിയ കുട്ടി. കാട്ടിൽ കാണപ്പെടുന്ന കുട്ടിയെ വളർത്തുന്നത് ഒരു കരടിയാണ്, ബാലുക്കരടി. ഈ കരടിയാണ് ആ മനുഷ്യക്കുട്ടിക്ക് മൗഗ്ലി എന്ന പേര് നൽകുന്നതും. കാടുജീവിതത്തിൻ്റെ രസാവഹമായ കഥയാണ് മൗഗ്ലി എന്ന കഥാപാത്രത്തിൻ്റേത്. ജംഗിൾ ബുക്ക് എന്ന പുസ്തകത്തിലേതാണ് ഈ കഥാപാത്രം. 1894 പ്രസിദ്ധീകരിക്കപ്പെട്ട ജംഗിൾ ബുക്കിൻ്റെ രചയിതാവ് റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. ചൊവ്വാഗ്രഹത്തിലെ ഒരു രാജകുമാരിയെക്കുറിച്ചുള്ള കഥയാണ് എ പ്രിൻസസ് ഓഫ് മാഴ്സ്. ചൊവ്വയിലേക്ക് എത്തുന്ന സൈനികനായ ജോൺ കാർട്ടറും ആയുധധാരികളും പച്ച നിറമുള്ളവരുമായ കുറച്ച് മനുഷ്യരുമായുള്ള പോരാട്ടം നടക്കുന്നു. ഒരിക്കൽ ഈ പച്ച മനുഷ്യർ ദേജ തോറിസ് എന്നൊരു രാജകുമാരിയെ അവിടേക്ക് പിടിച്ചുകൊണ്ടുവരുന്നു. ജോൺ കാർട്ടർ അവളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു. എഡ്ഗർ റൈസ് ബെറോ എന്ന സാഹിത്യകാരൻ രചിച്ച കൃതിയാണ് എ പ്രിൻസസ് ഓഫ് മാഴ്സ്. 1906 പുറത്തിറങ്ങിയ പുസ്തകമാണ് ദ റെയിൽവേ ചിൽഡ്രൻ. എഡിത്ത് നെസ്ബിറ്റാണ് ഗ്രന്ഥകർത്താവ്. അച്ഛനെ കാണാതായ 3 കുട്ടികളുടെ കഥയാണിത്. ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന അവരുടെ വീടിനോട് ചേർന്നാണ് റെയിൽവേ പാളം. റോബർട്ട, പീറ്റർ, ഫിലിസ് എന്നീ പേരുകളുള്ള ഈ 3 കുട്ടികളും എല്ലാ ദിവസവും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു അപ്പൂപ്പനെ കാണുന്നു.
കൈവീശി കാണിക്കുന്നു. ഒരു ദിവസം ട്രെയിൻ ഒരു അപകടത്തിൽ പെടുന്നതിൽ നിന്നും കുട്ടികൾ രക്ഷിക്കുന്നതും അപ്പൂപ്പൻ്റെ സഹായത്തോടെ അച്ഛനെ കണ്ടെത്താൻ ശ്രമിക്കുന്നതുമായ കഥയാണ് ദ റെയിൽവേ ചിൽഡ്രൻ. ലോകപ്രശസ്തമായ ഏതാനും ബാലസാഹിത്യകൃതികളെ പരിചയപ്പെടുത്തിയ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയ്ക്ക് മറക്കാതിരിക്കുമല്ലോ.